പട്ടേ സാറിൻ്റെ ആ ഒരു ആർട്ടിക്കിൾ എൻ്റെ ജീവിതം ഒരുപാട് മാറ്റിമറിച്ചു. അദ്ദേഹം ഒരു മേളയിൽ വെച്ചിട്ട് പ്ലാവിൽ എല്ലാവരും ചെയ്യുന്ന രീതിയിൽ വിഭിന്നമായിട്ട് ഞാനും കണ്ണെടുത്ത് ഒട്ടിച്ച് ബഡ്ഡി ചെയ്തുകൊണ്ടിരുന്നു. ആ ബഡ്ഡി ചെയ്ത് തൈ കണ്ടിട്ട് പുള്ളിക്ക് ഇങ്ങനെ തൈ ചെയ്യാൻ പറ്റുമോ എന്ന് മനസ്സിലാക്കി. കണ്ടതിന് ശേഷം മറുദിവസം വീട്ടിൽ വരികയും നാ കാരത്തെ പരാജയ സാറ് അദ്ദേഹത്തെ അയച്ച് ആർട്ടിക്കിൾ എഴുതുകയും ചെയ്തു. ഒരാഴ്ചയ്ക്കുള്ളിൽ പബ്ലിഷായി. അതിനുശേഷം ബംഗളൂരു സർവകലാശാല, ബാഗൽകോട്ട യൂണിവേഴ്സിറ്റി, കേരളത്തിൽ നിന്ന്, തമിഴ്നാട്ടിൽ നിന്ന് ഒരുപാട് സ്ഥലത്ത് നിന്ന് ഇത് ഷെയർ ആയിട്ടുള്ള എൻ്റെ നമ്പർ ഷെയർ ആയിട്ട് ഫോൺ വിളിക്കുന്നുണ്ട്. അത് അപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, ഞാൻ ഈ ഒരു ഗ്രാമത്തിൽ ഇരുന്നുകൊണ്ട് ഈ ചെറിയ ചെയ്യുന്ന ഈ ബഡ്ഡിങ് എന്ന സംഭവം ഇത്രയും ഇന്ന് ലോകം മൊത്തം പ്ലാവ് ബഡ്ഡിങ്ങാണ്. കേരളത്തിലായിക്കോട്ടെ, അന്ന് പ്ലാവ് ബഡ്ഡിങ് ഇല്ല. ഇത് ആദ്യമായിട്ട് പ്ലാവ് ബഡ്ഡിങ്ങിനകത്ത് നമ്മൾ സാറ് ഇത് കണ്ട് ചെയ്തതിന് ശേഷം ഇപ്പം ഒരു തൈ ഉണ്ടാക്കാൻ അന്ന് 1 വർഷം വേണമായിരുന്നെങ്കിൽ ഇപ്പം തൈ ഉണ്ടാക്കാൻ 4 മാസം കൊണ്ട് തൈ ഉണ്ടാക്കാൻ പറ്റും. അത് എല്ലാ യൂണിവേഴ്സിറ്റിയിലും അതിലേക്ക് മാറി കഴിഞ്ഞു. അപ്പോൾ എന്നെക്കുറിച്ച് എഴുതിയ ആ ഒരു ചെറിയ ആർട്ടിക്കിൾ കാരണം എല്ലാ യൂണിവേഴ്സിറ്റികളും, എല്ലാ കൃഷിക്കാരും, എല്ലാ നഴ്സറിക്കാരും ഇപ്പം ഈ പ്ലാവ് ബഡ്ഡിങ്, പ്ലാവ് എന്നല്ല എല്ലാ ഐറ്റത്തിലും ബഡ്ഡിങ് പരീക്ഷിച്ചു.